ആലപ്പുഴ അരക്കുറ്റിയിൽ വീട് ജപ്തിയായ കുടുംബം 3 ദിവസമായി വീടിന് പുറത്താണ്. പുത്തൻ നികർത്തിൽ രാമേന്ദ്രൻ്റെ വീടാണ് ജപ്തി ചെയ്തത്. സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ ആധാർ ഹൗസിംഗ് ഫിനാൻസ് ആണ് വായ്പാ കുടിശ്ശികയുടെ പേരിൽ വീട് ജപ്തി ചെയ്തത്. കുട്ടികളുടെ പുസ്തകം പോലും എടുക്കാൻ അനുവദിച്ചിട്ടില്ലെന്നും കുടുംബം പറഞ്ഞു. വിവരങ്ങളുമായി നിഷ ദിലീപ് ഇപ്പോൾ ചേരുന്നു. നിഷ, വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ ജപ്തി പണം തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ ജപ്തി ചെയ്യാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി അടക്കം സഹകരണ മന്ത്രി അടക്കം ആവർത്തിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ലല്ലോ. ഇവിടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അവർക്ക് തോന്നും പടി മുന്നോട്ട് പോവുകയാണ്. ഒരു കുടുംബം 3 ദിവസമായി പുറത്താണ്. കുട്ടികളുടെ പുസ്തകം പോലും കയ്യിലെടുക്കാൻ അനുവദിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണൻ, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ വടക്കേ അറ്റമായ അരുക്കുറ്റി പഞ്ചായത്തിലെ 8-ാം വാർഡിൽ കരപ്പുറം ഫെറിക്ക് സമീപമുള്ള പുത്തൻ നികർത്തിൽ രാമചന്ദ്രൻ എന്നയാളുടെ വീട്ടിലാണ്. രാമചന്ദ്രന് 70 വയസ്സുണ്ട്. രാമചന്ദ്രൻ്റെ ഭാര്യയും മക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന കുടുംബത്തെ 7 പേരുണ്ട് ഇവിടെ. ഇവരെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സ്വകാര്യ ഫിനാൻസ് സ്ഥാപനം വായ്പ മുടങ്ങിയതിൻ്റെ പേരിൽ ഇവരെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നതാണ് വീട്. രാമചന്ദ്രനും ഭാര്യയും അദ്ദേഹത്തിൻ്റെ സഹോദരിയും എല്ലാം ഇവിടെയാണ് താമസം. കഴിഞ്ഞ ദിവസം ഇവർ ജോലിക്ക് പോയ സമയത്ത് ഈ വീട്ടിൽ രാമചന്ദ്രൻ്റെ കൊച്ചുമക്കൾ മാത്രം ഉണ്ടായിരുന്ന സമയത്താണ് ബാങ്ക് അധികൃതർ പോലീസിൻ്റെ സഹായത്തോടു കൂടി വന്ന് ഇവരെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ആധാർ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ ബാങ്ക്, ഇവർ ഓൺലൈൻ വഴിയാണ് ഇടപാടുകളൊക്കെ നടത്തുന്നത്. ഇവരുടെ ഒരു ശാഖ എറണാകുളത്തുണ്ട് എന്നും പറയപ്പെടുന്നു. അവരാണ് വന്ന് ഈ വീട്ടിൽ നിന്നും സാധനങ്ങളൊക്കെ വാരി പുറത്തിട്ട ശേഷം ഈ കുടുംബത്തെ ഒന്നാകെ ഇവിടെ ഇറക്കി വിട്ടത്. ഇവർ സാവകാശം ചോദിച്ചെങ്കിൽ പോലും ബാങ്ക് അധികൃതർ നൽകാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നത്. ഈ ബാങ്ക് അധികൃതർ ഇറക്കി വിടാൻ വന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എങ്ങനെ അറിഞ്ഞാണ് വീട്ടിലേക്ക് എത്തിയത്? എൻ്റെ കൊച്ചുമകള് ഫോൺ ചെയ്ത് അച്ഛമ്മ പെട്ടെന്ന് വാന്ന് പറഞ്ഞു. കൊച്ചുമോള് മാത്രമേ ഉണ്ടായി. മകൻ്റെ മൂത്ത മകൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഫോണ് കൊടുത്തച്ഛൻ പറഞ്ഞു കൊച്ചു ഇവിടെ ഇരുന്ന് അച്ഛമ്മ ഒരു ദിവസം ചെമ്മെങ്കിൽ അച്ഛൻ മാറ്റെന്ന് പറഞ്ഞ് ഞാൻ കമ്പനി പോയി. എന്നാൽ കമ്പനിയിൽ നിന്ന് ചെന്ന് ഒരു ദിവസം മേടിച്ചിട്ടപ്പോൾ തന്നെ കൊച്ചു വിളിച്ച് അച്ഛമ്മ ഓടി വാ അച്ഛമ്മ ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ ഇരുന്നുണ്ട്. ഞാൻ ഓടി വന്നപ്പോൾ ഞാൻ കാണുമ്പോൾ 2 പോലീസുകാരും 4 സാറന്മാരും കാറും ബൈക്കും ഒക്കെ കാണുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതെന്താണ് ഈ കാണണമെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിയപ്പോൾ അവരെല്ലാവരും കൂടി ഓടി പുറത്തിറങ്ങി കയറിയച്ഛൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് അമ്മ ഇവിടെ നിന്ന് ഇറങ്ങണം, ഞങ്ങൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിയല്ല, ഞങ്ങൾക്ക് ആരുമില്ല ഇവിടെ, ഞാനും എൻ്റെ കൊച്ചും മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ മക്കളെന്ത് ചെയ്യാം? ഞങ്ങൾ രാവിലെ മക്കളെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ മകൻ ജോലിക്ക് പോയിരിക്കണം, വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവളും പോയിരിക്കണമെന്ന് പറഞ്ഞു. അന്നേരം കുഞ്ഞു കൊച്ചില്ല, കുഞ്ഞു കൊച്ച് 3:30 വരുവുള്ളു. ഓടി വന്നപ്പോൾ കൊച്ചു ചോദിക്കണ് അച്ഛമ്മ ഇത് എന്താണ് അച്ഛമ്മ ഇവരൊക്കെ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. കൊച്ചും കയറി വന്ന് നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുക്കാൻ സമ്മതിച്ചില്ല. ഞങ്ങളോട് പറഞ്ഞു പെട്ടെന്ന് എന്തെങ്കിലും ഇത്തിരി ഉടുക്കാനുള്ളത് എടുത്തേരി, നാളെ നേരം വെളുത്ത് ഞങ്ങൾ വന്ന് തുറന്നു തരാം, അന്നേരം ബാക്കിയുള്ളതൊക്കെ എടുത്താൽ മതി എന്ന് പറഞ്ഞ കാരണം സത്യാവസ്ഥ ഓർത്ത്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വിശക്കണം സാറേ, ഞങ്ങൾക്കൊരു ഇത് തന്നെ ഒരു പൊട്ടിയുണ്ട്, ഞങ്ങൾക്ക് അതിന് പോലും ഭക്ഷണം കൊടുത്തിട്ടില്ല, അതുപോലും തിന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ചോറൊക്കെ എടുത്ത് അമ്മ പുറത്തേക്ക് വെച്ചും പുറത്ത് നിന്ന് തിന്നോന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് പൂട്ടുകയാണ് ചെയ്തത്. മെയിൻ സ്വിച്ച് പോലും അവർ ഇട്ടേച്ചുമാണ്. അവർ ഇവിടെ ഇട്ട് പൂട്ടി. അത് കഴിഞ്ഞ് വടക്ക് പുറത്തിട്ടും പൂട്ടി വെച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് വടക്ക് പുറമെങ്കിലും എന്ന് പറഞ്ഞു. ഞങ്ങൾ ആരെ അറിയിക്കുകയില്ല സാറേ. 3 ദിവസമായിട്ട് നിങ്ങൾ എവിടെയാ താമസം? ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ തന്നെ. ഞങ്ങൾ എങ്ങും പോകുകയില്ല, ഇനി ഞാൻ എങ്ങും പോകുകയില്ല, എല്ലാവരും വിളിക്കുന്നുണ്ട്, ഞങ്ങൾ പോകുകയില്ല. ഞങ്ങൾ ഇവിടെ ഇട്ട് കഞ്ഞി വെച്ച് വെള്ളം ചൂടാക്കി കുളിച്ചപ്പോൾ പറഞ്ഞ് അപ്പുറത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞ് നിങ്ങൾ കഞ്ഞി വെക്കണ്ട, ഞങ്ങൾ കൊണ്ടുവന്ന് തരാം, നിങ്ങൾ അവിടെ വന്ന് കിടയെന്ന് പറഞ്ഞിട്ട് പോലും കിടന്നില്ല. എത്ര ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്? നിങ്ങൾ ഈ തിരിച്ചടയോ മുടങ്ങിയ കാര്യമൊക്കെ അറിയിച്ചിരുന്നോ ബാങ്ക് അധികൃതർ? അറിയിച്ചിരുന്നു. ഒരു 2-3 പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ സുഖമില്ലാഞ്ഞ കാരണം, ആശുപത്രിയിലായ കാരണം അവന് തിരക്കാൻ പറ്റിയില്ല. അവൻ എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം അവന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്ന കാരണം അടക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർ വന്നത് ഇടയ്ക്ക് നോട്ടീസ് വന്നു കഴിയുമ്പോൾ സാറേ അടക്കാം, അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ല, ഞങ്ങൾ അതിൻ്റെ നടപടിയിലേക്ക് നീങ്ങാൻ പോവുകയാണ്. എന്തെങ്കിലും ചെയ്യുക, എൻ്റെ അച്ഛനെ കൊണ്ടുവന്നിട്ട് വേണ്ടേ മറ്റുള്ള കാര്യങ്ങളും ചെയ്യാനെന്നും പറഞ്ഞ് അവൻ എൻ്റെ പുറകെ നടക്കുകയായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ 8-9 മാസം മുടങ്ങിപ്പോയി, അടക്കാൻ പറ്റാതെ വന്നു പോയി. അപ്പോൾ അത് മിനിഞ്ഞാന്നവർ ഇങ്ങോട്ട് രാവിലെ അല്ല, ഒരു ഉച്ച 2:30 ആയപ്പോൾ വന്നേച്ചും പറഞ്ഞ്. അപ്പോൾ ഞാനില്ലായിരുന്നു, എൻ്റെ വൈഫും പേരക്കിടാവും ഉണ്ട്, ശകുന്തള എന്ന് പറഞ്ഞാൽ അവളുണ്ടായിരുന്നു, എൻ്റെ പേരക്കിടാവും ഉണ്ടായിരുന്നു.
ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പോലീസുകാരും ഈ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, സാറേ എന്താ നടക്കണത്? ഇത് നടക്കാനുള്ള നിയമമൊന്നും ഇല്ലല്ലോ. അതാണ് ബാങ്കിലെ നിയമമാണ്. പിന്നെ ഞാൻ കോടതിയിൽ നിന്ന് ഇതുമായിട്ട് വന്നേക്കണേ, ഇവിടെ പോലീസുകാരും ഒക്കെ ഉണ്ട്, ബലം പ്രയോഗിക്കരുതും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഞാൻ പറയും, സാറേ ഇത് അടക്കാൻ പറ്റുകയില്ല, ഇങ്ങനെയുള്ള നിയമമൊന്നും ഇപ്പം ഇല്ല, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രാമേന്ദ്ര, പുറത്തിറങ്ങുമെന്ന് പറഞ്ഞു. അടച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ കൊച്ചിൻ്റെ പേരക്കുട്ടിയുടെ ബുക്ക് വരെ എടുത്താന്ന് ചോദിച്ചപ്പോൾ ഇതൊന്നും എടുക്കാൻ പറ്റില്ല അപ്പം എന്ന് എന്നോട് പറഞ്ഞു. ഈ 3 ദിവസമായിട്ട് നിങ്ങൾ ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് എങ്ങനെയാണ്? ഭക്ഷണം കഴിച്ച് ഞാൻ ഒരു ദിവസം ഞങ്ങളിവിടെ ഇണക്കി ബാക്കി എൻ്റെ വല്യേച്ചൻ്റെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് തരികയാണ്. തന്നിട്ട് ഞങ്ങളത് പ്ലാസ്റ്റിക്കയിലും ഈ വിറാത്തും ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞു കൂടുകയാണ്. കൊതുകും കടിച്ച് ഈ ശല്യവും കൊണ്ട് അങ്ങനെ കിടക്കുകയും. ഇനി എന്താ നിങ്ങളുടെ തീരുമാനം? തീരുമാനം ഞങ്ങൾ എങ്ങും പോകാൻ പോകല, ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് പോകല. ഞങ്ങൾക്ക് ഇതിനിളവ് തന്നെ. ഞങ്ങൾ എൻ്റെ മകനെ കൊണ്ട് പെട്ടെന്ന് നടക്കാഞ്ഞിട്ടാണിത്. ഈ 3.5 ലക്ഷം രൂപ ഇപ്പം ഞങ്ങളെ കൊണ്ട്, എൻ്റെ മകനെ കൊണ്ട് നടക്കുകയല്ല ഇപ്പം. ഞങ്ങൾക്ക് എന്തെങ്കിലും ഇളവ് ചെയ്ത് ഞങ്ങൾ ഇതിൽ നിന്ന് രക്ഷിച്ച് ഞങ്ങൾക്ക് ഇത് തുറന്ന് തന്നേ പറ്റുള്ളൂ. ഇത് തുറക്കുന്നവരെ ഈ വാതിക്കെ ഞങ്ങൾ കിടക്കും, അല്ല ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കും. അത്രേ കാര്യമുള്ളൂ. ഞങ്ങൾക്ക് ആരും തന്നിട്ട് പോലും ഞങ്ങൾ കഴിക്കണില്ല ഭക്ഷണം. ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് അറിയാൻ മേല ഇത്തരം പ്രായത്തിലൊക്കെ ഞങ്ങൾക്ക് ഇതൊക്കെ വരുമെന്ന്. എൻ്റെ മകൻ അവൻ്റെ അച്ഛനെയും കൊണ്ട് നടന്നത് കൊണ്ടാണ് എൻ്റെ മകന് ഇത് വന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും എൻ്റെ മകൻ അടച്ചു പോകാൻ അവൻ്റെ ചെലവിലാണ് ഞങ്ങൾ കഴിയണത്. എന്ത് ചെയ്യും ഞങ്ങൾ? കൃഷ്ണരാജ്, ഇവർ 2 വർഷം 17,600 രൂപ വെച്ച് അടച്ചു. ഇവരുടെ അച്ഛന് സുഖമില്ലാതെ വന്നതോടുകൂടിയാണ് മകനാണ് ലോൺ എടുത്തത്. ലോണിന്റെ തിരിച്ചടവ് മുടങ്ങിയത്. 3.5 ലക്ഷം രൂപ വായ്പാ കുടിശ്ശിക ഉണ്ടെന്നാണ് ബാങ്ക് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇത് ഒന്നിച്ച് തന്നെ അടയ്ക്കണം എന്ന ഒരു താക്കീതും അവർ നൽകിയിട്ടുണ്ട്. ഇവർ പറയുന്നതനുസരിച്ച് ഇവരെ കൊണ്ട് ഒരു കാരണവശാലും ഈ തുകയൊന്നും അടച്ചു തീർക്കാൻ കഴിയില്ല. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവരുടെ പാത്രങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. ഇവർ 3 ദിവസമായും ഈ വീടിന്റെ മുന്നിൽ തന്നെ ഇരിക്കുകയാണ്. രാത്രി പോലും കഴിച്ചു കൂട്ടുന്നത് ഈ വീടിന്റെ മുന്നിലാണ്. 7 പേരുണ്ട്. പ്രായമുള്ള 3 പേരും ഇവരുടെ മകനും ഭാര്യയും അവരുടെ 2 പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബമാണ്. ഇങ്ങനെ ഇവിടെ ലൈറ്റ് പോലുമില്ല. മെയിൻ സ്വിച്ച് അടക്കമുള്ളവ ഓഫ് ചെയ്തുകൊണ്ട് പുറമേയുള്ള വാതിലുകളെല്ലാം പൂട്ടി, താഴിട്ട് പൂട്ടി, ആ രീതിയിലാണ് ഇവരെ പുറത്തിറക്കി വിട്ടിരിക്കുന്നത്. എന്തായാലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇവർ ഇവിടെ നിന്ന് പോകില്ല. മരണം വരെ ഈ വീടിന്റെ മുന്നിലിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഈ വായ്പ അടച്ച് തീർക്കാനുള്ള സാവകാശം നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കൃഷ്ണരാജ്, വളരെ നിരാശാജനകമായ ഒരു കാഴ്ച. 3 ദിവസമായി 70 വയസ്സുകാരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, പെൺകുട്ടികളൊക്കെയും ജപ്തി ചെയ്ത കാരണത്താൽ വീടിന് പുറത്താണ്. പുസ്തകങ്ങൾ പോലും എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. കറണ്ടില്ല. കൊതുക് കടി മാത്രമേറ്റ് കിട്ടുന്ന ഭക്ഷണം കഴിക്കാൻ പോലും ആകാത്ത വിധത്തിലാണ്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് മരിച്ചോളാം എന്നാണ് ആ കുടുംബം പറയുന്നത്. ആ കുടുംബത്തിനൊപ്പം തത്സമയം ചേർന്നത് നിഷാ ദിലീപ്.